ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഐ വോണ്ട് അഥവാ എനിക്ക് വേണം എന്നതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഉപയോഗങ്ങളാണ്. ഐ വോണ്ട് എനിക്ക് വേണം. ഐ വോണ്ട് എ ബുക്ക് എനിക്കൊരു ബുക്ക് വേണം. ഐ വോണ്ട് എ പെൻ എനിക്കൊരു പേന വേണം. അപ്പോൾ നമ്മൾ എനിക്കൊരു ബാഗ് വേണമെന്നെങ്ങനെ പറയും? ഐ വോണ്ട് എ ബാഗ്. എനിക്കൊരു കുട വേണമെന്നെങ്ങനെ പറയാം? ഐ വോണ്ട് ആൻ അംബ്രല്ല. അടുത്ത സെൻറ്റൻസ് നോക്കാം. ഐ വോണ്ട് എ ന്യൂ ഫോൺ എനിക്കൊരു പുതിയ ഫോൺ വേണം. ഐ വോണ്ട് എ ന്യൂ ഫോൺ എനിക്കൊരു പുതിയ ഫോൺ വേണം. നമുക്ക് ഒരു പഴയ ഫോൺ വേണമെന്ന് എങ്ങനെ പറയാം? ഐ വോണ്ട് ആൻ ഓൾഡ് ഫോൺ. ഐ വോണ്ട് ആൻ ഓൾഡ് ഫോൺ എനിക്കൊരു പഴയ ഫോൺ വേണം. ഐ വോണ്ട് എ കപ്പ് ഓഫ് കോഫി എനിക്കൊരു കപ്പ് കോഫി വേണം. ഇത് നമുക്ക് ടീ വേണമെന്ന് എങ്ങനെ പറയാം? ഐ വോണ്ട് എ കപ്പ് ഓഫ് ടീ എനിക്കൊരു കപ്പ് ടീ വേണം, ചായ വേണം. നമുക്കിതിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് പരിശോധിക്കാം. അതിൻ്റെ നെഗറ്റീവ് ഫോം ഒന്ന് പരിശോധിക്കാം. ഐ ഡോണ്ട് വോണ്ട് എനിക്ക് വേണ്ട എന്നാണ് മീനിങ്. ഐ ഡോണ്ട് വോണ്ട്. ഡോണ്ട് എന്നുള്ള ടേം ഡു നോട്ട് എന്നുള്ളതിൻ്റെ ചുരുക്കരൂപമാണ് ഡോണ്ട്. ഐ ഡോണ്ട് വോണ്ട് എനിക്ക് വേണ്ട. എനിക്കൊരു ബുക്ക് വേണ്ടെന്ന് എങ്ങനെ പറയാം? ഐ ഡോണ്ട് വോണ്ട് എ ബുക്ക്. എനിക്കൊരു ബാഗ് വേണ്ടെന്ന് എങ്ങനെ പറയാം? ഐ ഡോണ്ട് വോണ്ട് എ ബാഗ്. ഐ ഡോണ്ട് വാണ്ട് എ ന്യൂ ഫോൺ എനിക്ക് പുതിയൊരു ഫോൺ വേണ്ട. ഐ ഡോണ്ട് വാണ്ട് എ കപ്പ് ഓഫ് കോഫി എനിക്കൊരു കപ്പ് കോഫി വേണ്ട. പലർക്കുള്ളൊരു സംശയമാണ്, വോണ്ടിന് പകരം നീഡ് ഉപയോഗിക്കാൻ പറ്റുമോ? ഉപയോഗിക്കാം. വോണ്ടിന് പകരം നീഡിന് പകരം വോണ്ടൊക്കെ ഉപയോഗിക്കാം. എനിക്ക് ഒരു ബുക്ക് വേണമെന്ന് എങ്ങനെ പറയാം? ഐ നീഡ് എ ബുക്ക്. എനിക്കൊരു ബുക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ എനിക്കൊരു ബുക്ക് വേണം എന്നാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. ഐ നീഡ് എ ന്യൂ ഫോൺ എനിക്കൊരു പുതിയ ഫോൺ വേണം, അല്ലെങ്കിൽ എനിക്കൊരു പുതിയ ഫോൺ ആവശ്യമാണ്. ഐ നീഡ് എ കപ്പ് ഓഫ് കോഫി എനിക്കൊരു കപ്പ് കോഫി വേണം. അപ്പോൾ നീഡ് വോണ്ട് രണ്ടും ഉപയോഗിക്കാം. പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് വോണ്ട് എന്ന് പറയുന്നത് കുറച്ച് കമാൻഡിങ് പവറുള്ള വേർഡാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ മുതിർന്ന ആൾക്കാരൊക്കെ പറയുമ്പോൾ വോണ്ടിന് പകരം നീഡ് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നാറുണ്ട്. അടുത്ത സെൻറ്റൻസ് നോക്കാം. ഐ വോണ്ട് സം വാട്ടർ. ഇവിടെ സം എന്നുള്ളൊരു ടേം കൂടെ ഉണ്ട്. സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച്. എനിക്ക് കുറച്ച് വെള്ളം വേണം. ഐ വോണ്ട് സം വാട്ടർ. ഐ വോണ്ട് സം ടൈം എനിക്ക് കുറച്ച് സമയം വേണം. ഐ വോണ്ട് സം മണി എനിക്ക് കുറച്ച് പണം വേണം. ഐ വോണ്ട് ടു വാച്ച് എ മൂവി എനിക്കൊരു സിനിമ കാണണം. ഐ വോണ്ട് ടു വാച്ച് എ മൂവി എനിക്കൊരു സിനിമ കാണണം. ഐ വോണ്ട് ടു റീഡ് എ ബുക്ക് എനിക്കൊരു പുസ്തകം വായിക്കണം. ഐ വോണ്ട് ടു ലിസൺ ടു മ്യൂസിക്. ഐ വോണ്ട് ടു ലിസൺ ടു മ്യൂസിക് എനിക്ക് സംഗീതം കേൾക്കണം. ലിസൺ ടു. ലിസൺ എന്നുള്ള ടേമിൻ്റെ കൂടെ എപ്പോഴും ടു എന്നുള്ളത് വരുന്നതാണ്. ലിസൺ ടു കേൾക്കുക എന്നുള്ളതാണ്. ഐ വോണ്ട് ടു ലിസൺ ടു മ്യൂസിക് എനിക്ക് സംഗീതം കേൾക്കണം. എനിക്ക് ഫുട്ബോൾ കളിക്കണം എന്നെങ്ങനെ പറയാം? ഐ വാണ്ട് ടു പ്ലേ ഫുട്ബോൾ. എനിക്ക് ക്രിക്കറ്റ് കളിക്കണം എന്നെങ്ങനെ പറയാം? ഐ വാണ്ട് ടു പ്ലേ ക്രിക്കറ്റ്. എനിക്ക് എഴുതണം എന്നെങ്ങനെ പറയാം? ഐ വാണ്ട് ടു റൈറ്റ് സംതിങ്. എന്തും എഴുതാം, അല്ലെങ്കിൽ ഒരു സ്റ്റോറി. ഐ വാണ്ട് ടു റൈറ്റ് എ സ്റ്റോറി. ഐ വാണ്ട് ടു ബി റിച്ച്. ഇവിടെ നോക്കൂ, ആകണം എന്നാണ്. ബി ആവുക. ഐ വാണ്ട് ടു ബി റിച്ച് എനിക്ക് ധനികനാവണം. ഐ വാണ്ട് ടു ബി എ ഡോക്ടർ എനിക്ക് ഡോക്ടർ ആവണം. എനിക്കൊരു അധ്യാപകനാവണം. എങ്ങനെ പറയും? ഐ വാണ്ട് ടു ബി എ ടീച്ചർ. ടു ബി എ ടീച്ചർ എനിക്ക് അധ്യാപകനാവണം. എനിക്ക് എൻജിനീയർ ആവണമെന്ന് എങ്ങനെ പറയും? ഐ വാണ്ട് ടു ബി ആൻ എൻജിനീയർ. ഐ വാണ്ട് ടു ബി ആൻ എൻജിനീയർ. എനിക്ക് കർഷകനാവണമെന്ന് എങ്ങനെ പറയാം? ഐ വാണ്ട് ടു ബി എ ഫാർമർ. ഐ വാണ്ട് ടു ബി എ ഫാർമർ. എനിക്ക് ആക്ടർ ആവണമെന്ന് എങ്ങനെ പറയാം? ഐ വാണ്ട് ടു ബി ആൻ ആക്ടർ. ഐ വാണ്ട് ടു ബി ആൻ ആക്ടർ. ഐ വാണ്ട് ടു ഗോ ടു ദ ബീച്ച് എനിക്ക് കടൽ തീരത്ത് പോകണം. എനിക്ക് കടൽ തീരത്ത് പോകണം. ഐ വാണ്ട് ടു ഗോ ടു ദ ബീച്ച് എനിക്ക് കടൽ തീരത്ത് പോകണം. ഗോ പോവുക. ടു ദ ബീച്ച് ബീച്ചിലേക്ക്. ഐ വാണ്ട് ടു ഗോ ടു ദ ഓഫീസ് എനിക്ക് ഓഫീസിൽ പോകണം. ഗോ ടു ദ ഓഫീസ് ഓഫീസിലേക്ക് പോവുക. ഐ വാണ്ട് ടു എനിക്ക് വേണം. അപ്പോൾ എനിക്ക് ഓഫീസിൽ പോകണമെന്ന് എങ്ങനെ പറയും? ഐ വാണ്ട് ടു ഗോ ടു ദ ഓഫീസ്. ഐ വാണ്ട് ടു ഗോ ടു ദ സിറ്റി എനിക്ക് പട്ടണത്തിലേക്ക് പോകണം. ഐ വാണ്ട് ടു ഗോ ടു ദ സിറ്റി. അപ്പോൾ എയർപോർട്ടിൽ പോകണമെന്ന് എങ്ങനെ പറയും? ഐ വാണ്ട് ടു ഗോ ടു ദ എയർപോർട്ട് എനിക്ക് എയർപോർട്ടിൽ പോകണം. എനിക്ക് റെയിൽവേ സ്റ്റേഷൻ പോകണമെന്ന് എങ്ങനെ പറയാം? ഐ വാണ്ട് ടു ഗോ ടു ദ റെയിൽവേ സ്റ്റേഷൻ.
ഇവിടെ രണ്ട് സെൻറ്റൻസുകൾ മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഹൗ ടു വർക്കും ഉണ്ട്, ഐ വോണ്ട് ടു ലേണും ഉണ്ട്. ഐ വാണ്ട് ടു ലേൺ എനിക്ക് പഠിക്കണം, ലേൺ പഠിക്കുക. ഐ വോണ്ട് എനിക്ക് വേണം, ടു ലേൺ പഠിക്കണം. എന്താ പഠിക്കേണ്ടത്? ഹൗ ടു കുക്ക് എങ്ങനെ കുക്ക് ചെയ്യാമെന്ന്, എങ്ങനെ പാചകം ചെയ്യാമെന്ന് എനിക്ക് പഠിക്കണം. ഐ വോണ്ട് ടു ലേൺ ഹൗ ടു ഡാൻസ് എങ്ങനെ ഡാൻസ് ചെയ്യാമെന്ന് എനിക്ക് പഠിക്കണം. ഐ വാണ്ട് ടു ലേൺ ഹൗ ടു ഡാൻസ് എങ്ങനെ ഡാൻസ് ചെയ്യുമെന്ന് എനിക്ക് പഠിക്കണം. ഐ വാണ്ട് ടു ലേൺ എനിക്ക് പഠിക്കണം ഹൗ ടു പ്ലേ ഫുട്ബോൾ എങ്ങനെ ഫുട്ബോൾ കളിക്കുമെന്ന്. ഐ വാണ്ട് ടു ലേൺ ഹൗ ടു പ്ലേ ഫുട്ബോൾ എങ്ങനെ ഫുട്ബോൾ കളിക്കാമെന്ന് എനിക്ക് പഠിക്കണം.